PV അൻവറിനെ നേരിടാൻ അണികളെ തെരുവിലിറക്കുകയാണോ CPM? ഇനിയൊന്നും പറയാൻ ബാക്കി വെക്കാതെ അൻവർ ഗേറ്റിന് പുറത്തേക്ക്. CPM-നും സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് PV അൻവർ നടത്തിയ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ അനുരണനങ്ങൾ ഇന്നും തുടരുകയാണ്. ഇന്ന് വീണ്ടും പത്രസമ്മേളനങ്ങൾ നടക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്നു. അതിനോടൊപ്പം തന്നെ അതിനുശേഷം PV അൻവറും മാധ്യമങ്ങളെ കാണുന്നു. വലിയ രീതിയിൽ ഇവർ അകലുകയാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. PV അൻവറുമായി ഇനിയൊരു ബന്ധവുമില്ല എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നതെന്ന്. അതായത് വളരെ പരിഹാസത്തോടെ PV അൻവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്നെ പുറത്താക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ രീതിയിൽ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ചലോ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ് ഇപ്പോൾ PV അൻവർ കൊണ്ടോട്ടിയിലാണുള്ളത്. എന്താണ് ഇപ്പോൾ ഒരു ചിത്രം? CPM എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന ഇന്നത്തെ ഒരു ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇന്ന് രാവിലെ തന്നെ ഡൽഹിയിലാണ് PB യോഗത്തിന് പോയ സെക്രട്ടറിയും അതുപോലെ തന്നെ പിണറായി വിജയനുള്ളത്. രാവിലെ തന്നെ കേരള ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പല മീറ്റിങ്ങുകൾ നടന്നു. ആദ്യം രാഘവൻ കാണുന്നുണ്ട്, ഗോവിന്ദ മാഷ് വരുന്നു, പിണറായി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ പ്രതികരണം വരുന്നത് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയനാണ് ആദ്യമായിട്ട് LDF-ന് ഇനി ഇദ്ദേഹവുമായിട്ട് PV അൻവറുമായിട്ട് ബന്ധമില്ല എന്ന കാര്യം പറയുന്നത്. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞ സ്ഥിതിക്ക് പറയുന്നു, ബാക്കി പാർട്ടി പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പാർട്ടിക്കെതിരെയുള്ള ഒരു ആക്രമണമായി ചിത്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം PB യോഗത്തിന് പോകുന്നു. അതിനുശേഷം 2:30 പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടന്നു. അതിനിടയിൽ അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ അബദ്ധത്തിൽ എൻ്റെ നാവിൽ നിന്ന് അബദ്ധത്തിൽ വീണതാണ്, ഞാൻ വിട്ടുപോകാൻ ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും 2:30 ഗോവിന്ദൻ മാഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഇനി അൻവറുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അദ്ദേഹം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കഴിഞ്ഞ കുറേ കാലമായി പറയുന്ന ആരോപണങ്ങളാണ് അതിനേക്കാൾ ഒരുപക്ഷെ രൂക്ഷമായി കൊണ്ട് അൻവർ ഉന്നയിക്കുന്നത്. 3 PB അംഗങ്ങൾ അൻവർ പാർട്ടി അംഗം പോലും അല്ലാത്ത അൻവറിനോട് ഉറപ്പ് നൽകി ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അദ്ദേഹം ആദ്യം നൽകിയ പരാതി പരിശോധിച്ചു. രണ്ടാമത്തെ പരാതിയിൽ ശശിക്കെതിരെയുള്ള ആരോപണങ്ങളുണ്ട്, അത് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇത് ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന ഉറപ്പ് 3 PB അംഗങ്ങൾ അദ്ദേഹവുമായി നൽകിയിട്ട് പോലും അദ്ദേഹം അച്ചടക്ക ലംഘനം കാണിക്കുന്നു എന്നാണ്. അദ്ദേഹം പാർട്ടി അംഗമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല, സാധിക്കുന്നത് LDF-ൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നു. ഇനി അൻവറുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയും അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇത് ചെറുക്കാൻ അൻവറിനെ നേരിടാൻ അണികളോടും പാർട്ടിയും ഇറങ്ങാനാണ് പറയുന്നത്. അതായത് ഒരുപക്ഷെ CPM-ന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരാളെ നേരിടാൻ പാർട്ടി ഒന്നടങ്കം നേതാക്കന്മാരും എല്ലാവരും ഇറങ്ങണം എന്ന് പറയുന്ന അത് ആദ്യമായിട്ടാണ്. ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഓരോ നേതാക്കന്മാർ, ബാലനടക്കമുള്ളവർ വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു, അൻവറിനെതിരെ പ്രസ്താവനകൾ നടക്കുന്നു. ഇത്തരത്തിലൊരു അറ്റാക്ക് ഒരുപക്ഷെ CPM-ന്റെ സമീപകാല ചരിത്രത്തിലുണ്ടല്ലോ. പിണറായി VS ഭിന്നതയുണ്ടായിരുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ ഒരു പ്രതിരോധം തീർത്തിരുന്നുവെങ്കിൽ കൂടി ഇങ്ങനെ പരസ്യമായി പാർട്ടിക്കാരോട് ഇറങ്ങാനോ അല്ലെങ്കിൽ ഈവൻ TP ചന്ദ്രശേഖരന്റെ കേസിൽ പോലും ഇങ്ങനെ സംഭവം ഉണ്ടായി CPM-ന്റെ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇതാണ് അൻവറിനെയായിട്ട് നേരിടാൻ അത്രയ്ക്ക് വലിയ എല്ലാ സന്നാഹങ്ങളും എടുത്ത് ഇറങ്ങുന്ന ഒരു CPM-നെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ കണ്ടത്. അതിൻ്റെ അവസാനമാണ് ഇപ്പം നിലമ്പൂരിൽ CPM ചെങ്കൊടിയെ തൊട്ട് കളിക്കേണ്ട എന്ന ഒരു ഫ്ലക്സുമായി പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അൻവറിനെതിരെ. അതിൻ്റെ ഒരു തുടക്കം തന്നെയായിരുന്നു ഇന്നലെ രാത്രി തന്നെ M സ്വരാജിൻ്റെ ഒരു വീഡിയോ പുറത്തു വരുന്നു. അതായത് ദേശാഭിമാനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാണ് അത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് CPM-ന്റെ ഒഫീഷ്യൽ പേജുകളിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നു. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ ആ നേതാവിൻ്റെ ക്രെഡിബിലിറ്റിയെ പൂർണ്ണമായും തകർക്കുക എന്ന ഉദ്ദേശത്തിലാണ് ആ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ. അതിൽ അദ്ദേഹം പറയുന്നു, PV അൻവറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇപ്പോൾ CPM പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലാൻ പറ്റുന്നില്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല, CPM-കാർക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും പോലീസ് സ്റ്റേഷനുകളിൽ കിട്ടുന്നില്ല. അപ്പോൾ M സ്വരാജ് ചോദിക്കുന്നു, നിങ്ങൾ സ്വജനപക്ഷപാതം വേണം എന്നാണോ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്? അത്തരത്തിലൊരു സ്വജനപക്ഷപാതം ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, ഇത് അതിനെതിരെ നിൽക്കുന്നൊരു സംഘടനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അൻവർ അതേ സമയത്ത് ആരോപിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ CPM പ്രവർത്തകർക്കെതിരെ ശക്തമായ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. 500 രൂപ പെറ്റി അടയ്ക്കേണ്ട കേസ്, അതെ 500 രൂപ പെറ്റി അടയ്ക്കേണ്ട കേസാണെങ്കിൽ നിങ്ങളെ 1000 രൂപ പെറ്റി അടച്ചു വിടുന്നു. അത്തരത്തിലുള്ള 3 പേർ ബൈക്കിൽ ഓവർലോഡ് ഈ പറയുന്ന ആ രീതിയിൽ ട്രിപ്പിൾസ് അടിച്ചു പോകുന്ന സാഹചര്യത്തിൽ 3 FIR ഇടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ രീതിയിൽ വളരെ ലോക്കൽ ലെവലിൽ വളരെ താഴെക്കടയിൽ നിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൻവർ സംസാരിക്കുന്നത്. അതേസമയത്ത്
ഈ സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെല്ലാം എതിർത്തുകൊണ്ടാണ്. അതേ സമയത്ത് സ്വരാജ് പറയുന്നു ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് കേരളത്തിലെ പോലീസ് അത്രയും മികച്ചതാണ് എന്ന ഒരു സന്ദേശം നൽകാൻ എനിക്ക് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി മെഷീനറിയെ പൂർണ്ണമായും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ്. പോലീസ് സ്റ്റേഷൻ മാർച്ച് കണ്ടില്ല, പക്ഷേ നമ്മുടെ പോലീസ് ആസ്ഥാനത്തേക്കുള്ള മാർച്ചുകൾ നിരന്തരം കാണുന്നുണ്ട്. അതെ, അത് മാത്രമല്ല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അൻവറിനെ ഇനി എങ്ങനെയാണ് ചിത്രീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതായത് ഇന്ന് തന്നെ ആദ്യം ഈ വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത് കള്ളക്കടത്തുകാരെ വിശുദ്ധരായി അവതരിപ്പിക്കുന്ന തരത്തിൽ കള്ളക്കടത്തുകാരുടെ വിഷ്വലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വാദത്തെ മുൻനിർത്തിയാണ് പി വി അൻവർ വാദിക്കുന്നത്. പി വി അൻവറിൻ്റെ വാദമുഖം മുഴുവൻ ഇവരുടെ ബൈറ്റുകൾ വെച്ചുകൊണ്ടും ഇവരുടെ ആരോപണങ്ങൾ വെച്ചുകൊണ്ടുമാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുമെന്ന തരത്തിലാണ് ആദ്യം തന്നെ എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഇതേ വാദം ഇന്നലെ നടന്ന ടെലിവിഷൻ ചാനൽ ചർച്ചകളിലെല്ലാം ഉയർത്തിയത് BJP പ്രതിനിധികളാണ്. അതിനു മുമ്പ് തന്നെ പിണറായി വിജയൻ ഇതേ ആരോപണം ഉയർത്തിയ സമയത്ത് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന RV ബാബുവാണ്. അപ്പോൾ ആ രീതിയിൽ BJP പറയുന്ന അതേ വാദം, അല്ലെങ്കിൽ CPM മുഖ്യമന്ത്രിയും CPM-ഉം അൻവറിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വെക്കുന്ന അതേ വാദം BJP-യും ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. കേരളത്തിലെ മനുഷ്യർക്ക് ഇത് മനസ്സിലാകില്ലേ എന്ന ചോദ്യമല്ലേ? തീർച്ചയായും ഇതിനകത്തൊരു രസമുണ്ട്. എന്തുകൊണ്ട് അൻവർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളുമായിട്ടാണ് അൻവർ ഇറങ്ങിയത്? അപ്പോൾ ഇവിടെ ഒരു സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗമാണ് നടത്തുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന ഈ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അൻവറിന്റെ മതം നമുക്കറിയാം. അൻവർ അൻവർ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, നീതി കിട്ടുന്നില്ല ഈ സർക്കാരിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, സഖാക്കൾക്ക് നീതി കിട്ടുന്നില്ല, ഞാനൊരു സഖാവ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നതാണ് അൻവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻവറിനെ ഇപ്പോൾ അതിൻ്റെ മാത്രമായ ഒരു ഇന്നലെ റിയാസിനെതിരെ അൻവർ നടത്തിയ പ്രസ്താവനയും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. കാരണം റിയാസിനെ അറ്റാക്ക് ചെയ്യുന്നത് പ്രതിപക്ഷത്തെ മരുമകനായതുകൊണ്ട് മന്ത്രിസ്ഥാനം കിട്ടുന്നു, പാർട്ടിയിൽ ഇത് കിട്ടുന്നു. അപ്പോൾ റിയാസിനെ ഇന്നലെ ഇദ്ദേഹം അൻവർ കയറി അറ്റാക്ക് ചെയ്യുമ്പോഴും മൊത്തത്തിൽ അൻവറിനെ ഈ ഇന്നലെ മുതൽ വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അൻവർ ഒരു പ്രത്യേക രീതിയിലെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ എന്ന് കാര്യം സംശയിക്കണം. കാരണം ഇന്നലെ BJP-ക്കാരോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തോ ഏറ്റുപിടിക്കുന്ന അതേ സാധനങ്ങൾ CPM ഏറ്റുപിടിക്കുന്നു എന്നാണ്. CPM ആരോപിക്കുന്നത് മറ്റവരുടെ വാദം അൻവർ ഏറ്റുപിടിക്കുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ നമുക്കറിയാം അൻവർ തന്നെ ഇന്നലെ തിരിഞ്ഞിരുന്നു കൊണ്ട് കാണിക്കുന്ന ആളുകളുടെ കള്ളന്മാരെ ഞങ്ങൾ സംരക്ഷിക്കാൻ വരുന്നു എന്നാണ്. ഞാൻ നേരിട്ടിരുന്നാണ് സംസാരിക്കുന്ന രീതിയിൽ അൻവർ പോലും പിണറായിക്ക് നേരിട്ട് മറുപടി കൊടുക്കുന്നത് അൻവറിന് ആ രീതിയിൽ ഇവർ തോണ്ടുന്നു എന്ന ഒരു പ്രതീതി അൻവറിനും ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ 2-3 പ്രസ് മീറ്റുകളിലാണ് ന്യൂനപക്ഷം എന്ന പദം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങോട്ടാണ് ഈ സാധനം പോവുക എന്നത്, പ്രത്യേകിച്ച് മലപ്പുറമാണ്. ഇദ്ദേഹത്തിന് ലീഗിൻ്റെ പിന്തുണയുണ്ട് എന്ന രീതിയിൽ ഒരു പ്രചാരണം വരുന്നുണ്ട്. BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ആക്ഷേപം അദ്ദേഹം നേരിട്ട് ഇവിടേക്ക് ഒന്നും പോകുന്നില്ല, ഞാൻ MLS സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന സസ്പെൻസ് ഇന്നലെ ആദ്യം തന്നെ പൊട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൊതുവായൊരു ആക്രമണം അദ്ദേഹത്തിന് നേരെ. അപ്പോൾ ഈ പറയുന്ന BJP-ക്കാരായാലും ശരി, ഇതൊരു മുസ്ലിം MLA ആണ്, മുസ്ലിമാണ്, അദ്ദേഹത്തിനെതിരെ ആക്രമിക്കാനുള്ള മലപ്പുറം ജില്ലയാണ്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് കള്ളക്കടത്ത് എന്ന് പറയുന്ന സാധനം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കള്ളക്കടത്തിന് ബന്ധമുണ്ട് എന്ന ആരോപണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മാറി അൻവർ എന്ന വ്യക്തിയിലേക്ക് മാത്രം ഇത് നീട്ടുകയാണ്. ഇപ്പോഴും ഈ പറയുന്ന കേരളത്തിൽ സമീപകാലത്തുണ്ടായ 2 പ്രധാനപ്പെട്ട ഒന്നാണ് മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെട്ട ഒരു കേസും ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടുന്ന 2 സ്വർണ്ണക്കടത്ത് കേസുകൾ, 2ലും CMO ഓഫീസാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്നെല്ലാം മാറി അൻവർ എന്ന വ്യക്തിയിലേക്ക് മാത്രം അദ്ദേഹം കള്ളക്കടത്തുകാരെ സഹായിക്കാൻ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരെ വെച്ച് കവചമൊരുക്കിക്കൊണ്ട് പാർട്ടിയെ ആക്രമിക്കുന്ന ഒരു കോടാലിക്കൈയാണ്, വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈയാണ് എന്ന രീതിയിലേക്ക് മാത്രം ചിത്രീകരിക്കുന്നതിന് പിന്നിൽ വേറെ എന്തോ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി. എനിക്ക് തോന്നുന്നു ഈ നിർദ്ദേശം കൃത്യമായി സൈബർ സ്പേസിൽ ഇടപെടുന്ന സഖാക്കൾക്ക് കൃത്യമായി ലഭിച്ചു എന്നാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് മറുനാടൻ മലയാളി ഉയർത്തിയ വാദങ്ങൾ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ഈ PV അൻവർ എത്തിയിരിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ രീതിയിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി.
അതായത് അദ്ദേഹം നേരത്തെ മറുനാടൻ മലയാളിക്കെതിരെ സംസാരിച്ചു, എന്നാൽ ഇപ്പോൾ മറുനാടൻ മലയാളി അംഗീകരിച്ചുകൊണ്ട് നോക്കൂ, ഇന്നലെ ഏറ്റവും ശക്തമായ ഒരു ആരോപണം പി വി അൻവർ ഉന്നയിച്ചത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്ന നേതാക്കൾക്കിടയിൽ ഒരു അൺഹോളി നെക്സസ്, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. ആ കൂട്ടുകെട്ടിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയക്കാരുടെ ധൈര്യം എന്ന് പറയുന്നത് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളതാണ്. ആ കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിലുള്ളത്. ഇദ്ദേഹത്തെ ഈ രീതിയിൽ ചാപ്പയടിക്കാനുള്ള ശ്രമം പോലും ആ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് എന്ന് ഇന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രചരണവും നടക്കുന്നത്. അതേ സമയത്ത് നോക്കൂ, ഫേസ്ബുക്കിൽ അൻവറിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള അത്രയും രീതിയിൽ കുതിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പോസ്റ്റുകൾക്കും ലഭിക്കുന്ന റിയാക്ഷനുകൾ വളരെ വലിയ രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും CPM ഭയന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേ സമയത്ത് ഗ്രൗണ്ടിൽ CPM ആളുകൾ ഇറക്കാൻ തയ്യാറായിരിക്കുന്നു. പി വി അൻവറിൻ്റെ വീടിന് മുന്നിൽ ഫ്ലക്സ് വെച്ചിരിക്കുന്നു. വിലപേശലും വിരട്ടലും ഒന്നും ഇങ്ങോട്ട് വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതേസമയത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നു. എന്നാൽ സൈബർ സ്പേസിൽ ഇപ്പോഴും ആളുകൾ ഒരു സംശയത്തിലാണ്. ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെ പി വി അൻവർ ഉയർത്തിയ വാദങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, അതിനൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിൽ നിലപാടിൽ നിന്നവരെല്ലാവരും സംശയത്തിലേക്ക് മാറുന്നു. അവർക്ക് എന്ത് നിലപാടെടുക്കണമെന്ന സംശയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. എന്നാൽ മലപ്പുറത്ത് സംഭവിക്കുന്ന വേറൊന്നാണ്. ശരിക്കും ഗ്രൗണ്ടിലും സൈബർ സ്പേസിലും രണ്ട് പാരലൽ വേൾഡാണോ ഇത് എന്ന സംശയമല്ലേ? തീർച്ചയായും ഈ സൈബർ വേൾഡിൽ ഇരിക്കുന്നവർ എവിടെ നിന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇപ്പൊ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നവരോ അല്ലെങ്കിൽ നിലമ്പൂരിൽ മാർച്ച് നടത്തുന്നവരോ ആരാണെന്ന് നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ രസകരമായ സാധനമായിട്ടുള്ള എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അണികൾ പല പ്രശ്നങ്ങളുണ്ടാവും, നേതാക്കന്മാർ അവർ സെറ്റിൽ ചെയ്യും, നിങ്ങളിത് അറിയത്തില്ല, അവർ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഈ പി വി അൻവറിനെതിരെ CPM ഒരു കേഡർ പാർട്ടിയാണ്. CPMന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഇന്ന ആൾക്കെതിരെ നമ്മൾ ഇയാളുടെ വാക്കുകൾ ഇനി നമ്മൾ ഫോളോ ചെയ്യരുത്, ഇയാളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്ന കൃത്യമായ സന്ദേശം പോയി കഴിഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കുന്ന സഖാക്കൾ ഉള്ള ഒരു കേഡർ സംവിധാനം തന്നെയാണ്. കുറേ പേരൊക്കെ എതിർത്ത് ചോദിക്കുന്നുണ്ടാവും. CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർണായകമായ ഒരു സമയത്തുകൂടിയാണ് കടന്നു പോകുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനത്തിലായാലും ശരി, ലോക്കൽ കാര്യമായ ചർച്ചകൾ ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ മേലോട്ട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ തട്ടിലുള്ള ആളുകൾ ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അവൻ കഴിഞ്ഞ കുറേ കാലമായി കുറേ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടാവും. തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സീറ്റ് പോകുന്നു, അവിടെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു, അവിടെ ഉത്സവം കലക്കി അയാൾ തന്നെ അന്വേഷിച്ചു, ADGPക്കെതിരെ പരാതി വരുന്നു, എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, അതുപോലെ തന്നെ വീണയ്ക്കെതിരെയുള്ള കേസ്, ഇതെല്ലാം ഈ പാർട്ടിക്കെതിരെയുള്ള ആക്രമണം എന്ന രീതിയിൽ മാത്രം ന്യായീകരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി വീണയൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ കേസ് വന്നപ്പോൾ മക്കൾ നേരിടട്ടെ എന്ന നിലപാടാണ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി സ്വീകരിക്കുന്നത്. അത്തരത്തിലൊരു നിലപാട് പോലും ഇവിടെ ഉണ്ടായില്ല. അങ്ങനെ കുറെ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ സഖാക്കന്മാരുടെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കൂടെയാണ് ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചർച്ചയായി വന്നു കഴിഞ്ഞാൽ പറയുന്നില്ല, പണ്ടത്തെ പോലെയല്ല, മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ പാർട്ടി ബ്രാഞ്ച് സമ്മേളനത്തിൽ പോലും വിമർശനം പോലും വലിയ വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരിക എന്ന് എന്നാൽ പിണറായി വിജയന്റെ ഒരു അസ്തിത്വത്തെ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ താഴെ തട്ടി നടക്കുന്ന സംസാരം എന്ന കാര്യം സംശയമില്ല. കാരണം CPI ഇപ്പോൾ തന്നെ തൃശ്ശൂരിലെ പരാജയം സംബന്ധിച്ച് CPMനെ നിരന്തരം വിമർശിക്കുന്ന രീതിയിലാണ് ലേഖനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സമ്മേളനത്തിൽ ഇത് വലിയ ചർച്ചയായി വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് പൊട്ടിത്തെറിയിലേക്ക് പോവുക എന്നത് പറയാൻ പറ്റില്ല. മുമ്പൊരു VS പക്ഷവും പിണറായി പക്ഷവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പക്ഷമല്ല. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം തോമസ് ഐസക് അടക്കമുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം പലതും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് G. സുധാകരൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അൻവറിനെ MLA ആക്കി അവർ മറുപടി പറയട്ടെ, ഇതൊക്കെ മറുപടി പറയേണ്ട അവരാണ് എന്നാണ് G. സുധാകരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം സ്വാഭാവികമായിട്ടും G. സുധാകരനൊക്കെ ഒരു കാലത്ത് പാർട്ടിയുടെ വലിയ നേതാക്കന്മാരായിരുന്നു. ഇപ്പോഴാണ് വിശ്രമത്തിലേക്ക് പോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഓരോ തരത്തിൽ ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് വരുമ്പോഴാണ് എങ്കിൽ പല ഭാഗത്തും ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ CPMനെ ബാധിക്കും. ഇപ്പോൾ അൻവർ തന്നെ പറഞ്ഞത് ബംഗാളിലെ പോയ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി മാറും എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലേക്ക് ആകാതിരിക്കാൻ പാർട്ടിക്ക് പിടിച്ചു നിന്നേ പറ്റൂ. അപ്പോൾ അണികളെ സ്വാഭാവികം വിശ്വസിലെടുക്കണം. ഇപ്പോൾ ഇനി അൻവർ നമ്മുടെ പാർട്ടി ശത്രുവാണ്, പൊതുശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയന്ത്രിക്കുക. പക്ഷേ ഈ സൈബർ സ്പേസിൽ അപ്പോഴും ഇത് സാധിച്ചുകൊള്ളുന്നില്ല. ആരാണ് ഇത് എന്ന കാര്യം കണ്ടുപിടിക്കാനാവില്ല. ചിലപ്പോൾ കടന്നൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ വിശേഷിപ്പിച്ച അത്തരത്തിലുള്ള വലിയ ഗ്രൂപ്പുകൾ ചിലപ്പോൾ പിന്മാറിയേക്കാം. PJ ആർമിയെ നിയന്ത്രിക്കാൻ നടക്കാത്ത പാർട്ടിയാണ്. അപ്പോൾ പിന്നെ അത് ഏത് രീതിയിലായിരിക്കും എന്നറിയില്ല. അപ്പോൾ പക്ഷേ
അൻവറിനെ തളയ്ക്കാൻ ഇനി പാർട്ടി അംഗങ്ങളെ ഈ സമ്മേളന സമയത്ത് CPM എന്തായാലും ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിൻ്റെ അന്തിമ ബലം എന്തായിരിക്കും, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും? അൻവർ പറഞ്ഞിരിക്കുന്നത് 16 മണ്ഡലങ്ങളിലും പ്രസംഗിക്കാൻ. എനിക്ക് സ്റ്റേജും വേണ്ട, ഒന്നും ഞാൻ കെട്ടുന്നില്ല. ജീപ്പിൽ ലോട്ടറിക്കാർ വിൽക്കുന്ന പോലെ ഞാൻ 2 മൈക്കും കെട്ടി ഞാൻ അങ്ങ് ഇറങ്ങുകയാണ്. 16 മണ്ഡലങ്ങളും പോവും. ഗൂഗിൾ ഫോം ഇറക്കിയിരിക്കുന്നു. ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞ ശേഷം ബാക്കി എന്നാണ് പറയുന്നത്. ഈ മലപ്പുറം ജില്ലയിലെ അതുമായി ചേർത്ത് ചോദിക്കേണ്ട കാര്യമാണ്. മലപ്പുറം ജില്ലയിലെ CPMന്റെ നിലവിലെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ PV അൻവർ വലിയ സ്വീകാര്യത നേടുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഒക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യം. അതേസമയത്ത് ഇപ്പോൾ CPMന്റെ ഔദ്യോഗിക എന്താ പറയുക, ഓരോ ഇപ്പോൾ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ സംഘടിതമായി PV അൻവറിനെതിരെ ഒരു പ്രതിഷേധം മലപ്പുറത്ത് സംഘടിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നു. എന്നാൽ ശരിക്കും മലപ്പുറത്തെ പാർട്ടി PV അൻവറിനൊപ്പമാണോ? അത് വലിയൊരു രസകരമായ സാധനമാണ്. മലപ്പുറം ജില്ല ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ CPM ഒരു ബാലികേറാമലയായിട്ട് കാലം കുറേ. അതുകൊണ്ടാണ് CPM മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ അടർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 MLA-മാരാണ്, 16 മണ്ഡലങ്ങളിൽ 4 MLA ആണ് മലപ്പുറം ജില്ലയിൽ CPM-നുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. മറ്റ് സംസ്ഥാന ജില്ലകൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം MLA-മാരും തൂത്തുവരുന്നത്. തൃശ്ശൂരിൽ പോലും ഒരാൾ ഒഴികെ ബാക്കിയെല്ലാം തൂത്തുവരുന്നതാണ്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 4 MLA-മാരിൽ ഒരാൾ മാത്രമാണ് CPM-കാരനുള്ളത്, പൊന്നാനിയിലെ നന്ദകുമാർ മാത്രം. ബാക്കിയെല്ലാം കോൺഗ്രസ് വിട്ടു വന്നവരോ ലീഗ് വിട്ടു വന്നവരോ ആണ്. അൻവറാകട്ടെ, ജലീലാകട്ടെ, മന്ത്രിയായിരിക്കുന്ന അബ്ദുറബ്ബാകട്ടെ, ഇവരെല്ലാം അവിടെ നിന്ന് ആളുകളെയും കൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ബേസ് ഉണ്ട്, അവരുടേതായ വോട്ട് ബാങ്ക് ഉണ്ട്. അതുമായിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്. ഇതിനു മുമ്പ് മഞ്ഞളാംകുഴി അലി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ തന്നെ ബേസിൽ വന്ന ആളാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ CPM-ന് ഒരു കാലത്തും അവിടെ ലീഗിന്റെ അപ്രമാദിത്വം തകർക്കാൻ ആയിട്ടില്ല. അത് ആദ്യമായിട്ട് അവർ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ സാധിച്ചത് PK കുഞ്ഞാലിക്കെതിരെ ജലീൽ ഇറങ്ങിയപ്പോഴാണ്. ആ ഇലക്ഷനാണ് ആദ്യമായിട്ട് തിരൂർ മണ്ഡലം ജയിക്കുന്നത്. കുറ്റിപ്പുറത്ത് ഇദ്ദേഹം ജയിക്കുന്നു, ജലീൽ ജയിക്കുന്നു. അതിനുശേഷം ഇടത് സഹയാത്രികൻ എന്ന രീതിയിൽ ഇവരെല്ലാം ഉണ്ട്. ഇത്തവണ മാത്രമാണ് CPM ചിഹ്നത്തിൽ ഇവരെ മത്സരിപ്പിച്ചത്. ഇത്തവണയും മത്സരിപ്പിച്ച ഭൂരിഭാഗം സ്ഥാനാർത്ഥികൾ നോക്കിയാൽ CPM-കാരായിരുന്നില്ല, ലീഗിൽ നിന്ന് വന്നവരോ കോൺഗ്രസ് നിന്നവരോ. അപ്പോൾ CPM-ന് സ്വന്തം നിലയിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ ഇപ്പോഴുമായിട്ടില്ല. CPM അവിടെ ഈ ന്യൂനപക്ഷങ്ങളിലേക്ക് ഇവരെല്ലാം ഇറങ്ങിക്കൊണ്ടിരുന്നത്, മുസ്ലിം ഭൂരിപക്ഷം പ്രദേശമാണല്ലോ മലപ്പുറം, അവിടേക്ക് ഇറങ്ങിയിരുന്ന് ഇങ്ങനെ വന്നിരുന്ന ആളുകളെ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ അൻവറിനെ ആയാലും ജലീലിനെ ആയാലും ശരി, അദ്റബിനെ ആയാലും ശരി, അങ്ങനെ ആരായാലും ശരി, നിയാസ് ആയാലും ശരി, ആരായാലും ശരി, ഇവരങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവരുടെ ഒരു ബേസിന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴുള്ള എല്ലാ സമവാക്യങ്ങളും മാറും. അത് ആക്രമിക്കപ്പെടുന്നത് മുസ്ലിം ജനവിഭാഗത്തെ. അൻവർ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അറ്റാക്ക് മാറിക്കഴിഞ്ഞാൽ CPM-ന് ഇപ്പോഴുള്ള ബേസ് പോലും മാറും. പൊന്നാനിയിലോ പെരിന്തൽമണ്ണയിലോ അങ്ങനെ ചില പോക്കറ്റുകളിൽ മാത്രമാണ് CPM-ന് സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് അവകാശപ്പെടാനാകുന്നത്. പൊന്നാനിയിൽ മാത്രമാണ് പാർട്ടിക്ക് മത്സരിച്ച് ജയിക്കാനാകുന്നത്. ആ പൊന്നാനിയിൽ പോലും ഒരുപക്ഷെ ജലീൽ മാറുമ്പോൾ മണ്ഡലങ്ങളുടെ ഇത് മാറിയിട്ടുണ്ട്. തവനൂരൊക്കെ ഇനി ജയിക്കാൻ സാധിക്കുമോ? ജലീൽ അങ്ങാനും ഇനി CPM-നെതിരെ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം വോട്ടുകളെല്ലാം പോകുന്നത് ഇടത് വിരുദ്ധതയിലേക്ക്. അതുപോലെ തന്നെ ഇന്ന് ഈ പത്രസമ്മേളനങ്ങൾ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ മിസ്സായ ഒരു ചോദ്യമായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ ആരോപണങ്ങളുമായി PV അൻവർ രംഗത്തെത്തുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ചോദിച്ചിരുന്ന ചോദ്യമാണ്, ആരാണ് PV അൻവറിൻ്റെ പിറകിൽ എന്നുള്ള ചോദ്യം. അതായത് PV അൻവറിന് പിന്നിൽ CPM-നകത്ത് തന്നെയുള്ള മറ്റൊരു പവർ സെൻ്ററാണോ, അതായത് പിണറായി വിജയന് ശേഷം മുഖ്യധാരയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കേന്ദ്രമാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യമുണ്ടായിരുന്നു. അത്തരത്തിലൊരു കേന്ദ്രം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് പൂർണ്ണമായും PV അൻവറിനെ ഒരു പോയിന്റിലും തള്ളിയിരുന്നില്ല. അത് മാത്രമല്ല, ഒരു പോയിന്റിൽ ഇതൊന്നും CPM-ന് മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന്, സർക്കാരിൻ്റെ മേലുള്ള ഈ ആരോപണങ്ങളൊന്നും CPM-ന് മേൽ അടിച്ചേൽപ്പിക്കേണ്ടതെന്ന് MV ഗോവിന്ദൻ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ PV അൻവർ മുന്നോട്ട് വരുന്നു. PV അൻവർ എവിടെ നിന്നാണ് മുന്നോട്ട് വരുന്നത്? PV അൻവറിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നേതൃത്വത്തിൽ നിന്നും, അതുപോലെ പാർട്ടിയുടെ അണികളിൽ നിന്നും, സൈബർ സ്പേസിലും എല്ലാം ഇദ്ദേഹം ഒരു താരമായി നിൽക്കുകയാണ്. PV അൻവർ എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ കടന്നലുകളുടെ താരം എന്ന രീതിയിൽ പോലും വിശേഷിക്കപ്പെട്ട PV അൻവർ ഈ പിന്തുണകളെല്ലാം വേണ്ടെന്ന് വെച്ച്, ഈ താരപരിവേഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് എന്തിനായിരിക്കും ഇതിനിറങ്ങിയതെന്നുള്ള ചോദ്യമില്ലേ? ആ ചോദ്യം ഇന്നും ബാക്കിയല്ലേ? ആരാണ് ഇദ്ദേഹത്തിന് പിറകിൽ എന്ന ചോദ്യം. നമ്മുടെ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനങ്ങളുടെ ഒരു ഇത് നോക്കാം. അവിടെ മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ പോയി ഓഗസ്റ്റ് 31 ഇരിക്കുന്നു. അതിനുശേഷം 1-ാം തീയതി മുതലാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളായിട്ട് വരുന്നത്. 1-ാമത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത് സുജിത്തിനെയും അതുപോലെ തന്നെ ADGP-യെയും തോണ്ടി വെക്കുന്നു. ശശിയെക്കുറിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്ന രീതിയിൽ. അടുത്ത 2-ാം തീയതി അടുത്ത ഇത് വരുന്നു. അത് പോലീസ് അസോസിയേഷൻ്റെ ഇതിൽ മുഖ്യമന്ത്രി സംസാരിച്ച തൊട്ട് പിന്നാലെ വരുന്നു. അദ്ദേഹം ADGP-ക്കെതിരെ കടന്നാക്രമിക്കുന്നു.
അദ്ദേഹത്തിന്റെ വീടിന്റെ കാര്യങ്ങൾ പറയുന്നു. അടുത്ത ദിവസം പി ശശീരിയിലേക്ക് കൃത്യമായി പോകുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു. പിന്നീട് അദ്ദേഹം ഈ മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു വരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒന്ന് തണുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ വി ഡി സതീശൻ കയറി ഇത് BJPക്ക് വേണ്ടി അൻവറാണ് ദൂതനായി പോയതെന്ന് പറഞ്ഞപ്പോഴാണ് മൊത്തം ഡയമെൻഷൻ മാറി. അദ്ദേഹം പ്രതിപക്ഷത്തെ കടന്ന് ആക്രമിച്ചു, പിണറായിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അൻവർ അതിഭീകരമായി പിണറായിയെ തന്നെ പിതാവിന് തുല്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ അപ്പോഴൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ബേസ് കൂടി വരികയാണ് നമ്മൾ കണ്ടത്. അൻവർ വെറുതെ CPM-ലേക്ക് വന്നതല്ല, അതാണ് നമ്മൾ അറിയേണ്ടത്. അൻവർ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹം DIC രൂപീകരിച്ചപ്പോൾ മുരളീധരന്റെ കൂടെ പോയി. മുരളീധരൻ പിന്നെ DIC വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോൾ അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് നിന്നു. അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറായില്ല. അദ്ദേഹം പോയി ഏറനാട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. ആർക്കെതിരെ? LDF-നെയും ലീഗിനെയും എതിരിട്ടുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. 2011 മത്സരിക്കുന്നത്. അന്ന് LDF 4ാം സ്ഥാനത്തെത്തി. 2700 വോട്ടാണ്. CPI ആണ് മത്സരിച്ചത്. CPI-യുടെ സ്ഥാനാർത്ഥി. ഏറനാട് എവിടെയാണെന്ന് അറിയാം, EMS-ന്റെ നാടാണ്. അവിടെ CPM-ന് വോട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും വിശ്വസിക്കാൻ പോകുന്നില്ല. അവിടെ 2ാം സ്ഥാനത്തെത്തി. പിന്നീട് നിലമ്പൂർ ഇലക്ഷൻ വരും. അദ്ദേഹം പിന്നീട് വയനാട് മത്സരിക്കുന്നുണ്ട്, ലോക്സഭ മത്സരിക്കുന്നു. നിലമ്പൂർ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ പിന്തുണ തരട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ സമീപിച്ച CPM ആണ്. ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കും, നിങ്ങൾക്ക് പിന്തുണയ്ക്കണമെങ്കിൽ പിന്തുണച്ചോളൂ എന്നാണ് അൻവർ പറഞ്ഞത്. അന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം അൻവർ ആവർത്തിക്കുന്നത്. അതായത് ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്ന് കയറിയല്ല, ഞാനൊരു വഴിപോക്കനാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ വഴിപോക്കനെ നിങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ വീട്ടിലിരുന്നപ്പോൾ എന്നെ നിങ്ങളാണ് വിളിച്ചോടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ നിലമ്പൂർ മണ്ഡലം ഞാൻ സേഫ് ആക്കിയുന്നുണ്ട്. പൊന്നാനിയിൽ ഒരു ഘട്ടത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാളില്ല. അപ്പൊ PV അൻവറിനെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് MLA. എന്ത് കണ്ടിട്ടാണ്? PV അൻവറിൽ പൈസയുണ്ട്, അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ വോട്ട് ബേസ് ഉണ്ട്. ഒപ്പം പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അത്രയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല. ഈ പണവും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാനാകും എന്നതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് CPM കൊണ്ടിരുന്നത്. അപ്പൊ വെറുതെ CPM കൊണ്ടുവന്നല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പത്രിക കൊടുക്കുന്ന സമയത്ത് അൻവർ ഇവിടെ ഇല്ല, അൻവർ പുറത്തായിരുന്നു. 6 മാസം സഭയിൽ പോലും വരാണ്ടിരുന്ന അൻവറിനെ അന്നും CPM പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിണറായി ഒപ്പം നിൽക്കുന്നുണ്ട്, കട്ടക്ക് നിൽക്കുന്നുണ്ട്. അതെ, അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ വീട് വരെ കൊണ്ടുപോയി പാർട്ടി അംഗങ്ങളാണ്. ആ പ്രകടനം നമ്മളെല്ലാം കണ്ടാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നിലമ്പൂര് ഞാൻ മത്സരിക്കാൻ പോയപ്പോ ഇവിടെ കുറെ CPM നേതാക്കന്മാർ എനിക്കെതിരെ പ്രചരണം നടത്തി. 40 ദിവസത്തോളം കിട്ടിയിരുന്നു അന്ന് പ്രചരണത്തിന്. അന്ന് 25 ദിവസവും അൻവർ മൂദാബാദ് എന്ന് വിളിച്ചിരുന്ന പാർട്ടി അംഗങ്ങൾ പിന്നീട് അൻവറിക്ക സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവരിപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പാർട്ടിക്കാരോട് എനിക്കെതിരെ നിൽക്കാൻ പറഞ്ഞാൽ പാർട്ടി പറഞ്ഞാൽ കേട്ടുകൊള്ളണം എന്നില്ല എന്നാണ് അൻവർ ഇന്ന് CPM-ന് മറുപടി കൊടുത്തിരിക്കുന്നത്. ഏറ്റുപറച്ചിൽ ഇനിയും തുടരുമെന്ന് അൻവർ പറഞ്ഞു വെക്കുന്നത് CPM-ന് വലിയൊരു സന്ദേശം തന്നെയാണ്. മലപ്പുറത്ത് സമ്മേളനത്തിൽ ഉണ്ടായില്ലെങ്കിൽ കൂടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് തന്ത്രം ഇനി പയറ്റേണ്ടി വരുമെന്ന്. അൻവർ ഇനി ലീഗിലേക്ക് പോവുകയാണെങ്കിൽ ലീഗിനും CPM-മായി ചേർക്കുക എന്ന ആ ശ്രമം അടയ്ക്കേണ്ടി വരും. കാരണം അൻവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. അങ്ങനെ CPM ചിലപ്പോൾ മുൻകൂട്ടി കാണുന്ന പല പദ്ധതികളേക്കും അൻവർ ഇപ്പോൾ ഒരു ചെക്ക് വയ്ക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതെ, സ്വയം ഒരു തീപ്പന്തമാകും താൻ എന്നാണ് PV അൻവർ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഈ തീപ്പന്തത്തെ അണയ്ക്കാൻ പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തതുകൊണ്ടോ അദ്ദേഹത്തെ ചാപ്പയടിച്ചതുകൊണ്ടോ നടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് എത്രത്തോളം സാധ്യമാകും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ICL Finco, the intelligent choice.